നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതൊരു മുഖംമൂടിയല്ല, ഇതെൻ്റെ മുടിയാണ്. ഒരു മുടിയാണ്, മുഖംമൂടിയല്ല. മുടി ബാക്കൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മുടി കുറേ നാളായിട്ട് വളർത്തുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലേ വളർത്തുമായിരുന്നു, പക്ഷെ പിന്നെ ഇടയ്ക്ക് മുടി വെട്ടിക്കളയും. അപ്പോൾ സംഭവം ഈ മുടി ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോർമലി എനിക്കറിയില്ല, പക്ഷേ ഞാനിത് ചെറുപ്പത്തിൽ ഇത് കിട്ടുമായിരുന്നു. അങ്ങാടി കടയിൽ റോഡ് സൈഡിലൊക്കെ ഇട്ട് വിൽക്കും, മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ നോർമലി തേങ്ങ എണ്ണ തേച്ചാലും മതി. അപ്പോൾ അത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഡാൻഡ്രോഫ് വരുമായിരുന്നു. അപ്പോൾ ഡാൻഡ്രോഫ് വരപ്പോൾ നമ്മളിപ്പോൾ പപ്പടം പോലെ ഇളവി വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഡാൻഡ്രോഫ് ഇല്ല. എനിക്ക് ഏകദേശം ഒരു 27 വയസ്സ് വരെ എനിക്ക് ഡാൻഡ്രോഫ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഡാൻഡ്രോഫ് തലയിൽ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഈ എണ്ണ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടൻറ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മുടീനെ കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മുടി ഇങ്ങനെ ഇത്രയും വളരണം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അതൊരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു എണ്ണ നിങ്ങൾക്ക് കാണിച്ചത്, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഈ എണ്ണ. എന്നിട്ട് അത് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കണം. ആവശ്യത്തിന് ആഴ്ച 2 ദിവസം തേച്ചാൽ മതി. അത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ 1 ഡേ ഫുൾ ഇട്ടിട്ട് അത് കുളിക്കാതെ ഇരിക്കണം. കുളിക്കാതെ വെച്ചാൽ തല നനയ്ക്കാതെ വെച്ചേക്കണം. ആ എണ്ണ തലയിൽ തന്നെ ഇല്ല. ഞാൻ അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ നൈറ്റിലോ എല്ലാം ഇട്ടിട്ട്, പിന്നെ ഇത് നീരിറക്കം ഒന്നും ഉണ്ടാവത്തില്ല. കാരണം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ആദ്യമേ തേങ്ങ എണ്ണ ഇട്ടാൽ എനിക്ക് നീരിറക്കം വരുന്നില്ല. പക്ഷേ അല്ലാതെ ചില എണ്ണകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നീരിറക്കം ഉണ്ടാവും. പക്ഷേ വിയർപ്പുള്ള ടൈം, ചൂടുള്ള ടൈമിന് നമ്മൾ ഇത് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങരുത്. ജസ്റ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നോർമൽ ആവും. കാരണം കുറച്ച് തലയിൽ നമ്മളിപ്പോൾ തുണിയിലൊക്കെ പറ്റി അങ്ങ് പോകും കുറേയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എനിക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് വളർന്നിരിക്കുകയാണ്, ഈ ലെവലിൽ വളർന്നിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ ഞാൻ മുടി വെട്ടിക്കളയാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ എണ്ണ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഈ എണ്ണ. ഇതൊരു 2 ലിറ്ററിൻ്റെ ടിന്നാണ്. 2 ലിറ്ററോ 3 ലിറ്ററോ ആയിരിക്കാം. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് രാമച്ചം ഇട്ടിട്ടുണ്ട്, പിന്നെ കരിയപ്പല, അതേപോലെ ഉലുവ, കരിഞ്ജീരകം, പിന്നെ മറ്റേ നമ്മളെ തേയിലപ്പൊടി ഉണ്ടല്ലോ. തേയിലപ്പൊടി എന്ന് പറയുന്നത് ഇല വരും, തേയിലയുടെ ഇല കിട്ടും. അത് ഇടണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. തേയിലപ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും അതും ഇടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ജീരകം കാണും, അതേപോലെ ഉലുവയുണ്ട്, കറുത്ത ജീരകം, പിന്നെ രാമച്ചം, പിന്നെ ഈ പട്ട ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് സംഭവം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ നല്ലൊരു കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ടാവും റോഡ് സൈഡിൽ. അതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടിന്നിൽ 100-200 രൂപയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിലല്ലാതെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നാരങ്ങ തോട്, നെല്ലിക്ക എന്ന് വെച്ചാൽ കാട്ടുനെല്ലിയാണ്, ആമല എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ഒരു ഇരുമ്പ് ചട്ടിയിലെടുത്തിട്ട് തേങ്ങ എണ്ണ ഉപയോഗിക്കുക. തേങ്ങ എണ്ണ എടുത്തിട്ട് അതിനെ നമ്മൾ ചൂടാക്കണം. എന്ന് വെച്ചാൽ ചൂടാക്കണമെന്ന് വെച്ചാൽ ഈ നെല്ലിക്കയും ഇതൊക്കെ അതിലൊത്തിരി വെള്ളം ഈർപ്പം കാണാം. അപ്പോൾ അത് നമ്മൾ ചൂടാക്കും തോറും അതിൻ്റെ വെള്ളം ഈർപ്പം പോയിട്ട് ഇത് കംപ്ലീറ്റ് ഒരുമാതിരി കരിയാവും. കരി പോലെ എന്ന് വെച്ചാൽ ഉണങ്ങിയ ഇതുപോലെയാവും. ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് വേറെ വെള്ളമുള്ള തവികളൊന്നും ഇടരുത്. ഇത് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇത് രാമച്ചമൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നെല്ലിക്ക ഇതേപോലെ പൊടിഞ്ഞ് തരിയാവും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഉണങ്ങി ഒരുമാതിരി ഇത് ഡ്രൈ ആയിട്ട് അങ്ങ് പോകും. ഇതിൻ്റെ വെള്ളമെല്ലാം എണ്ണയ്ക്കകത്തിട്ട് തിളപ്പിച്ച് നമ്മൾ കുറച്ച് സമയം എടുക്കും. എടുക്കാതെ ഇരിക്കില്ല, നമുക്ക് കുറേ സമയം എടുക്കും. ഇത് ഒരു 1.5-2 മണിക്കൂർ എടുക്കും. കാരണം എന്ന് വെച്ചാൽ മൊത്തം ഇതിൻ്റെ വെള്ളമെല്ലാം പോകണം. അപ്പോൾ ശരിക്കും ഇട്ട് ഇത് തിളപ്പിക്കണം. ഇതിൽ കരിയപ്പലയൊക്കെ കിടപ്പുണ്ട്.
അതേപോലെ ദാണ്ട് ഇത് നാരങ്ങയുടെ തോടാണ്. നാരങ്ങയുടെ തോട് മൊത്തവും ഇതിലിടാം. അധികം ഒന്നും ഇടാൻ പാടില്ല, കാരണം നാരങ്ങ നമുക്ക് ഡാൻഡ്രഫ് വരാതെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ മുടി കുറച്ചുകൂടെ തിന്നായിട്ട് ഒരുമാതിരി ഇതേപോലെയാവും. കുറച്ച് കട്ടിയുള്ള മുടിയാണെങ്കിൽ തിന്നായിട്ട് മുടി വരും. എന്നുവെച്ചാൽ ഒരു ചിലർക്ക് ചകിരി പോലത്തെ മുടിയായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒത്തിരി ഒരു പ്ലെയിനായിട്ട് വരും. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കിത് കാണാം, ഇതിനകത്ത് കിടക്കുന്ന ഐറ്റങ്ങൾ. ഇത് മറ്റേ ഇതാണ് അലോയ് വേര എന്ന് വെച്ചാൽ കറ്റവാഴത്തട, അതും ഇതിനകത്തുണ്ട്. കറ്റവാഴത്തടയും വളരെ ഗുണമാണ്. ഞാൻ ഇത് ഇപ്പോൾ ഇട്ടിട്ട് ഏകദേശം 1 കൊല്ലത്തിന് കൂടുതലായി. പിന്നെ അത്യാവശ്യത്തിന് ഞാൻ ആഴ്ച 2 തവണ വല്ല എണ്ണ ഫ്രീ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഞാനിടും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പെരട്ടി ഈ മുടി കുരുങ്ങായിരിക്കാൻ വേണ്ടി ശകലം പെരട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ എന്താ, ഇതിൽ പട്ട കിടപ്പുണ്ട്. പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ പാടുള്ളൊരു സാധനമല്ല. ഏത് അങ്ങാടി കടയിലോ അല്ലെങ്കിൽ ഇത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് കുറേ വർഷമായിരിക്കും, അങ്ങനെയൊന്നുമില്ല, ഒരുപാട് വർഷമായിരിക്കും. ഞാനിത് കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പം ഇതിൻ്റെ എണ്ണ കാച്ചി കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടാതിരിക്കും, പിന്നെ നോർമൽ തേങ്ങ എണ്ണ തന്നെ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ, അല്ല വേറെ എണ്ണ ഞാൻ ഉപയോഗിക്കത്തില്ല. ഈ പാരഷൂട്ടിൻ്റെ എണ്ണ വളരെ ബെറ്ററാണ് തലയിൽ തേക്കാൻ വേണ്ടി. കറി വയ്ക്കുന്ന കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഉള്ളത് അതാണ്ട് ഇതിൽ കരിയപ്പലയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൽ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ വേണമെങ്കിൽ തുളസി ഉണ്ടെങ്കിൽ തുളസിയില ഇതേപോലെ തണ്ടുകൾ കിട്ടും. ഈ വേര് ഉപയോഗിക്കാം, അതേപോലെ തുളസിയുടെ ഇലയും ഉപയോഗിക്കാം, അതൊക്കെ നല്ലതാണ്. ഇതിൽ കുറേ ഐറ്റങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഉലുവയും കരിഞ്ചീരകവും ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ കോഫിയും വേണം. കോഫിയുടെ ഇല ആണ് നല്ലത്. കോഫി ബീൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക, അല്ല കോഫി പൗഡറായിട്ട് നിങ്ങൾ ഇടണ്ട. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ നാച്ചുറലി അത് ഈ എണ്ണ ഇടുമ്പോൾ ഡൈ പോലെ നിങ്ങളെ മുടീനെ കവർ ചെയ്യുന്നത്. അതുപോലെ ഈ തേയിലപ്പൊടി അല്ലെങ്കിൽ തേയിലയുടെ ഇല നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ എണ്ണ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഡൈ ചെയ്യാതെ തന്നെ കുറച്ച് നാൾ നമുക്ക് ഈ ഇതിൻ്റെ എണ്ണയിൽ കവറിങ് ആയിട്ട് നിൽക്കും. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ മഴ നനഞ്ഞ് തലയിൽ വെള്ളം ഇറങ്ങി അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് എണ്ണ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു അസുഖമോ ജലദോഷമോ അങ്ങനെയൊന്നും വരത്തില്ല. എനിക്ക് കുറവാണ് വരുന്നത്. നോർമലി പിള്ളേർക്ക് പെട്ടെന്ന് വരും, കാരണം അവർക്ക് ഈ എണ്ണ ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വരും. പക്ഷേ ഇത് ചെറുപ്പം മുതൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നോർമൽ. കാരണം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്ന ഒരു 15 ഏജിലെങ്ങാണ്ട് ഇത് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അമ്മയാണ് ആദ്യം ഇത് കൊണ്ടുവന്നത് തലയിൽ തേക്കാൻ വേണ്ടി. അത് അങ്ങാടി കടയിൽ എവിടെ കന്യാകുമാരി എവിടെ പോയി വഴിയിലിട്ട് ഈ ലാടാത്തയിൽ ഇങ്ങനെയൊക്കെ വെച്ച് വിൽക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ടിന്നിൻ്റെ അകത്താക്കി കൊടുത്ത് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് വീട്ടിൽ കാച്ചി തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പം ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതിൽ കാട്ടുജീരകം, അതേപോലെ രാമച്ചത്തിൻ്റെ ഈ റൂട്ട്സ് കാണുന്നില്ല, ചകിരി പോലെ ഇരിക്കുന്നത്, അത് രാമച്ചവും തുളസിയുടെ വേരാണ്. പിന്നെ അതേപോലെ കരിയപ്പല എന്ന് പറഞ്ഞാൽ മല്ലിയിലെന്ന് മരി നിങ്ങൾ ഇട്ട് കളയത്. തുളസിയുടെ ഇല ഇടാം. അതേപോലെ കറ്റവാഴ അലോയ് വേരയാണ്. പിന്നെ അതേപോലെ ഉലുവ, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ പട്ട ഇട്ടിട്ടുണ്ട്. പട്ട എന്ന് പറയുന്നത് നമ്മൾ കറിയിടുന്ന പട്ടയല്ല, വേറൊരു തരം പട്ടയുണ്ട്. അപ്പോൾ നോർമൽ പട്ട ഇട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതിൽ നമുക്ക് കുറച്ച് മണവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊരു വല്ലാത്ത സ്മെല്ലാണ്. എന്നുവെച്ചാൽ ഈ പണ്ട് ഇതെല്ലാവർക്കും പിടിക്കണമെന്നില്ല, തലയിൽ ഇടപ്പോഴത്തേക്ക് കുറച്ച് ദിവസമേ കാണത്തുള്ളൂ. എന്നുവെച്ചാൽ ഇടുന്നവരെ അന്നേ കാണും. നമ്മൾ നോർമൽ വെള്ളത്തിൽ തല കഴുകി കളഞ്ഞാലും പിന്നെ ഇതിൻ്റെ വലിയ എഫക്റ്റ് കാണത്തില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് പരീക്ഷിച്ച് ചെയ്യാം. ഡയറക്റ്റായിട്ട്
ഞാനിത് ചെയ്തതാണ്. എൻ്റെ മുടി ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്നത്. പിന്നെ പൊഴിച്ചിൽ നോർമലി നിങ്ങൾക്ക് ഡെയിലി ഒരു 100-200 മുടി എങ്ങാണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് മുടി പൊഴിച്ചിലിന് തടസ്സമാകും. കാരണം എൻ്റെ ചേട്ടന് തലയിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ അടുത്ത 40 ഏജ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് മുടിയൊക്കെ പോയി തുടങ്ങി. മുടി എണ്ണയൊന്നും തേക്കത്തില്ല. അപ്പോൾ ഇത് തേച്ചാൽ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ജെൻസിന് മുടി പൊഴിയില്ല. മുടി എന്ന് വെച്ചാൽ മുടി പൊഴിഞ്ഞു പോയാലും പിന്നെ ആ നെക്സ്റ്റ് മുടിക്ക് വരാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് കിട്ടും. എന്ത് കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ കെമിക്കൽ ഫോർമുലയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സാധനങ്ങൾ ചേർത്ത് ഇത് നമ്മൾ തലയിൽ സ്ഥിരം തേക്കാൻ ആഴ്ച 2 ദിവസം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ മാറിയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ കുറേ വർഷമായി, എനിക്കിപ്പോൾ ഏജ് 48 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 15 ഉപയോഗിക്കുമെങ്കിൽ അധികം ഉപയോഗിക്കില്ല. പിന്നെ കണ്ടിന്യൂസ് ഞാൻ 25-27 ഏജ് ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാതെ നമ്മളിപ്പോൾ ഇന്നലെ ഇറങ്ങിയ സ്റ്റാർ വന്നിട്ട് പറയുന്നു 40 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ല. ഇത് റിയൽ ലൈഫാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് മാറിയതാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഇതിൽ ഡാൻഡ്രഫ് ഇല്ല, മുടി നല്ലപോലെ വളരും. പൊഴിച്ചിൽ ഡെയിലി നമുക്ക് കാണും എങ്ങനെയായാലും, അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിത് ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മുടി കിളിർത്തുകൊണ്ടിരിക്കും. കാരണം റീജനറേഷന് നല്ലതാണ് മുടിക്ക്. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കാച്ചി തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഏകദേശമൊക്കെ കാണാം. അടി കിടക്കുന്ന സാധനങ്ങളെ വേണ്ടേ, ഈ അടി കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണാം. ജീരകമൊക്കെ കിടപ്പുണ്ട്. ജീരകമൊക്കെ ഇടാം കേട്ടോ. ഇതിലൊരു അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ജീരകം വേണമെങ്കിലും നട്ടാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, വെൽക്കം.